സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം പറയുകയാണ് വട്ടിയൂർക്കാവിലെ സ്വാതന്ത്ര്യ സമര സ്മാരകം. 1938 ഡിസംബർ 22-ന് വട്ടിയൂർക്കാവ് സമ്മേളനം അരങ്ങേറിയത് ഇവിടെയാണ്. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊരുങ്ങുമ്പോൾ തലസ്ഥാന നഗരിയിലെ ഈ സ്മാരകവും ഓർമ്മയിൽ നിറയുകയാണ്. 1938-ൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് വട്ടിയൂർക്കാവിലായിരുന്നു. ആ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് സമ്മേളന സ്മാരകം ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്. സംസ്ഥാന പുരാരേഖ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് വട്ടിയൂർക്കാവിലെ സ്വാതന്ത്ര്യ സമര സ്മാരകം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ ദിവാൻ CP രാമസ്വാമി അയ്യർ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ജനപിന്തുണയിൽ കോപാകുലനായിരുന്ന ദിവാൻ അതിനെ ഏതുവിധേനയും തകർക്കാനായി പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. സമര നേതാക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിടാനും തുടങ്ങി. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം കൂടിയായിരുന്നു വട്ടിയൂർക്കാവ് സമ്മേളനം. ദിവാന്റെ നിരോധനാജ്ഞകളെ എല്ലാം ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ദിവാൻ CP രാമസ്വാമിയെ എതിർത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സമരഭടന്മാർ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് സമ്മേളനം നടത്തുകയും പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രമേയം പാസാക്കുകയും ചെയ്ത സമ്മേളനമാണ് വട്ടിയൂർക്കാവ് സമ്മേളനം. ഇത് 1938-ൽ നടക്കുമ്പോൾ ഭാരതത്തിലെമ്പാടും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമരങ്ങൾ നടന്നു വരുന്ന സമയത്താണ് വട്ടിയൂർക്കാവിൽ ഈ സമ്മേളനം നടന്നു വന്നത്. സ്വാതന്ത്ര്യത്തിനായി എല്ലാം ത്യജിച്ചവർക്കുള്ള ആദരസൂചകമായി 2015-ൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് വട്ടിയൂർക്കാവിലെ സ്വാതന്ത്ര്യ സമര സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. പ്രതിരോധത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി ഇന്നും വട്ടിയൂർക്കാവിലെ ചരിത്ര സ്മാരകം നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഒരു ധീര സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് വട്ടിയൂർക്കാവിലെ ഈ ചരിത്ര സ്മാരകം. നാം ഇന്നനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ധീരതയുടെയും ഫലമാണ്. ആ ചരിത്രം എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയുമാണ്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.